അക്ഷിത അല്പസമയം മുമ്പാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അത് സ്ഫോടനം നിയന്ത്രണ വിധേയമാക്കി എന്ന് തന്നെ പറയണം. കാരണം അത്രയധികം വലിയ സ്ഫോടനം തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 30-ലധികം ആളുകൾ അവിടെ ജോലി ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിരുന്നുകളിലെ കാട്ടുനാർപെട്ടിയിലുള്ള ഒരു ഫയർ ഫാക്ടറി, അവിടെ 4 മുറികളുള്ള ഫയർ ഫാക്ടറിയാണ്. 4 മുറികളും പൂർണ്ണമായും തന്നെ നശിച്ചു. അപകട സമയത്ത് 30ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. 6 പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഈ 6 പേരുടെയും നില ഗുരുതരമായി തന്നെ തുടർന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരുടെ തങ്കം തെന്നരശ്, അതുപോലെ തന്നെ KKSSR രാമചന്ദ്രൻ, ഇവരുടെ രണ്ടുപേരും വളരെ വേഗത്തിൽ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്താനും അവിടെയുള്ള രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകാനുമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അഗ്നിരക്ഷാ സേനയും പോലീസും ചേർന്ന് ഇപ്പോഴും അവിടെ തിരച്ചിൽ നടത്തുകയാണ്. ഏകദേശം 10 കിലോമീറ്ററിനപ്പുറം വരെ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അത്ര വലിയ സ്ഫോടനം തന്നെയായിരുന്നു നടന്നിരുന്നത്. എത്ര അളവിൽ അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള പടക്ക നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലേക്കെല്ലാം തന്നെ ഇനി അന്വേഷണം എത്തേണ്ടതുണ്ട്. എന്തായാലും അത്ര വലിയൊരു സ്ഫോടനം തന്നെയാണ് നടന്നിരിക്കുന്നത്. അല്പസമയം മുമ്പാണ്, ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഒരു വലിയ സ്ഫോടനം അവിടെ ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ രീതിയിൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നിലയുണ്ടായിരുന്നില്ല. കാരണം അത്ര തുടർ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ അഗ്നിരക്ഷാ സേനയൊക്കെ അവിടെ എത്തിയെങ്കിലും പോലീസൊക്കെ എത്തിയെങ്കിലും അവർക്ക് കൃത്യമായി അവിടേക്ക് ആ സംഭവ സ്ഥലത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു വലിയ ഏരിയയാണ്, ഒരു തോട്ടത്തിന് നടുക്കാണ് ഈ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്, ഈ നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. അവിടേക്ക് ആളുകൾക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത ഒരു നിലയുണ്ടായിരുന്നു. തീ ഏകദേശം പൂർണ്ണമായും തന്നെ അടച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ രീതിയിൽ ഒരു അവിടേക്ക് രക്ഷാപ്രവർത്തനത്തിനായി പോകാൻ വേണ്ടി സാധിച്ചത്. അപ്പോഴേക്കും പല ആളുകൾ തന്നെ പറഞ്ഞ 17 പേർ അല്ലെങ്കിൽ 20ഓളം പേർ തന്നെ അവിടെ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് മരിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകളെ 6 പേരെയാണ് രക്ഷപ്പെടുത്തി ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവിടെ പരിശോധന തുടരുന്നുണ്ട്. കാരണം വ്യക്തമായൊരു ധാരണയില്ല, എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച വ്യക്തമായൊരു ധാരണ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ആ സമീപ പ്രദേശങ്ങളിലൊക്കെ, കാരണം കിലോമീറ്ററുകൾ ദൂരത്തേക്കാണ് മൃതദേഹങ്ങൾ തെറിച്ച് കിടക്കുന്നത്, അപ്പോൾ അവിടെയൊക്കെ പരിശോധനകൾ നടത്തുന്നുണ്ട്. ആ രീതിയിലാണ് എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ മന്ത്രിമാരോട് അവിടെ എത്താൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല കലക്ടർ, SP തുടങ്ങിയ ആളുകളോടൊക്കെ വളരെ വേഗത്തിൽ തന്നെ അവിടെ എത്താനും പ്രാഥമികമായി അന്വേഷണം ആരംഭിക്കാനും ഒക്കെ എന്തായാലും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 20 മരണം ഇതുവരെ സ്ഥിരീകരിച്ചു. 6 പേർ ആശുപത്രിയിലുണ്ട്. 30ഓളം പേർ ഈ പറഞ്ഞ രീതിയിൽ നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അഷിത. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. മരണസംഖ്യ 20ആയി ഉയർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് അവിടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.